ആണവായുധം പാകിസ്ഥാന്റെ കയ്യിൽ സുരക്ഷിതമല്ലെന്ന് വിദഗ്ധർ. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ കൊണ്ടുള്ള ആക്രമണത്തിൽ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന കിരാന കുന്നുകളിൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചെന്ന് പറയപ്പെടുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കിരാന കുന്നുകളിലെ ഉള്ളിൽ പാകിസ്ഥാൻ സ്ഥാപിച്ചിട്ടുള്ള തുരങ്കങ്ങൾ തകർന്നെന്നും ആണവ വികിരണം ഉണ്ടായെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏരിയൽ മാനേജ്മെന്റ് സിസ്റ്റം പ്രവർത്തിപ്പിച്ചുവെന്നും അമേരിക്കയിൽ നിന്നും ആണവ വിദഗ്ധർ എത്തിയെന്നും പറയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ആണവായുധങ്ങൾ പാകിസ്ഥാൻ സർക്കാരിൻ്റെ കയ്യിൽ സുരക്ഷിതമാണോ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ്. അതേസമയം പാകിസ്ഥാനിൽ ആണവ ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എങ്കിലും ആണവായുധം ഭീകരരിൽ എത്തിയേക്കാമെന്ന ആശങ്ക ഇല്ലാതാകുന്നില്ല. ഭീകരവാദികളുടെ വലിയ ആധിപത്യം പാകിസ്ഥാനിൽ ഉള്ളതിനാൽ ആണവായുധം കർശനമായി നിയന്ത്രിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു. അതല്ലെങ്കിൽ വലിയ ആധിപത്യമുള്ള പാകിസ്ഥാനിലെ ഭീകരവാദികൾ ഇവ നാളെ കൈയടക്കാൻ സാധ്യതയുള്ളതായി പറയപ്പെടുന്നു. ഭീകരനായ ഒസാമ ബിൻ ലാദന് അഭയം നൽകിയത് പാകിസ്ഥാനാണ്. അബട്ടോബാദ് എന്ന പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രത്തിനടുത്താണ് ഈ സ്ഥലമെന്നത് പിന്നീട് US കണ്ടെത്തി. അതുപോലെ ഇന്ത്യ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയപ്പോൾ കൊല്ലപ്പെട്ട ഭീകരരുടെ ശവങ്ങൾ സംസ്കരിക്കുമ്പോൾ ആ ചടങ്ങിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുത്തത് ലഷ്കർ ഭീകരനാണ്. അമേരിക്ക പോലും ആഗോള ഭീകരനായി മുദ്ര കുത്തിയിട്ടുള്ള ലഷ്കർ-ഇ-തോയ്ബയുടെ നേതാവ് ഹഫീസ് റൌഫ് പാകിസ്ഥാൻ സർക്കാരുമായുള്ള അടുത്ത ബന്ധമുള്ളതിനാലാണ് ഈ ആണവായുധങ്ങൾ ഭീകരരിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നത്.